ഹായ് ഓൾ, പ്രൈസ് ലോർഡ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഹസ്ബൻഡ് നാട്ടിലേക്ക് പോവാണ് കേട്ടോ. 20 ദിവസത്തേക്കാണ് പോകുന്നത്. 2 ദിവസം കഴിയുമ്പോൾ ഞാനും തിരിച്ച് ദമാമിൽ നിന്ന് ഷറോറയിലോട്ട് പോകും കേട്ടോ. ഹസ്ബൻഡ് ക്ലിയറൻസ് ഒക്കെ കഴിഞ്ഞ് അകത്ത് കയറിയേ. അപ്പോൾ ഞങ്ങൾ ഉടനെ തന്നെ വീട്ടിലോട്ട് തിരിച്ചു പോയില്ല, മുകളിലത്തെ നിലവിലോട്ട് പോയി. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലൈറ്റൊക്കെ കിടക്കുന്നത് കാണാൻ പറ്റും. ഈ കിടക്കുന്ന ഫ്ലൈറ്റിലാണ് ഹസ്ബൻഡ് പോകുന്നത്. അപ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോൾ ഇവിടെ നിന്നല്ല എടുക്കുന്നത്, ഇവിടെ നിന്ന് അപ്പുറത്തെ വശത്തോട്ട് പോയിട്ടാണ് അവിടെ നിന്നാണ് ഹസ്ബൻഡ് പോകുന്നത്. ഈ ഫ്ലൈറ്റ് ആളെ കയറ്റിയിട്ട് പോകുന്നതല്ല കേട്ടോ, ഈ സൈഡിൽ കിടന്നതാണ്. അപ്പോൾ ഇനി ഇത് പതിയെ അപ്പുറത്തെ സൈഡിലോട്ട് പോയിട്ട് അവിടെയാണ് ഹസ്ബൻഡൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് കയറി അവർ നാട്ടിലോട്ട് പോകും. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. ഹസ്ബൻഡ് നാട്ടിലോട്ട് പോയി വീട്ടിൽ വന്ന് ഇച്ചിരി കിടന്നൊക്കെ ഉറങ്ങിയ ശേഷം വൈകുന്നേരം ഒന്ന് വെളിയിലോട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ അടുത്തൊരു മലയുണ്ട് കേട്ടോ, അവിടെ ഒരു റോപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഇച്ചിരി സമയം താമസിച്ച് പോയെങ്കിലും കുഴപ്പമില്ല. 2 ദിവസം കഴിയുമ്പോൾ ഞാൻ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇനി അടുത്തെങ്ങും വരവും ഉണ്ടാവത്തില്ല. അപ്പോൾ എന്തായാലും പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇറങ്ങുവാണേ. ഈവനിങ് ആയതുകൊണ്ട്, നോമ്പ് മുറിക്കുന്ന സമയം ആയതുകൊണ്ട് റോഡിലൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ മുൻപ് കാണുന്ന ഈ മലയാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ നിന്നൊരു ഞങ്ങളുടെ അനിയത്തിയുടെ വീട്ടിൽ നിന്നൊരു 10-20 മിനിറ്റ് പോയാൽ ഈ സ്ഥലത്തെത്തും. ഇത് കണ്ടോ, ആ വലത് സൈഡ് കാണുന്നില്ലേ, അതാണ് ആ 2 മലകളുടെ ഇടയിലുള്ളതാണ് ആ റോപ്പ് കേട്ടോ. ഇതിൽ കൂടെയാണ് നമ്മൾ നടക്കേണ്ടത്. അപ്പോൾ നല്ല കാറ്റൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല പേടിക്കുമെന്നാണ്, ഇതിൻ്റെ മണ്ടയിൽ കൂടെ നടക്കുമ്പോൾ നല്ല പേടിക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ മുകളിലെത്തിയപ്പോൾ നല്ല ഇരുട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അതിൽ ഒരു റോപ്പിൽ മാത്രമേ കയറിയുള്ളൂ. ഹലോ, ഞങ്ങൾ പോയ സമയത്ത് ഇവിടെ ഒന്നും ലൈറ്റൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല, എങ്കിലും കാണാനൊക്കെ നല്ല ഭംഗിയായിരുന്നു. പെട്ടെന്ന് ഈ വീഡിയോ പിടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ലൈറ്റ് മൊത്തത്തിൽ കത്തിയത്. അപ്പോൾ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. നിങ്ങളത് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ഫുള്ള് ലൈറ്റ് ഇട്ടപ്പോൾ നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഈ സ്ഥലമൊക്കെ കാണാൻ. ഒത്തിരി വീഡിയോസൊക്കെ ഞാൻ എടുത്തു. അപ്പോൾ മാക്സിമം ഞാൻ ഇതിനകത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്.
ഇത് ഞങ്ങൾ ഏറ്റവും മുകളിലെത്തിയിട്ടുള്ള വ്യൂ ആണ് കേട്ടോ. എന്ത് ഭംഗിയാണെന്നറിയോ, നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അൽഹസ സിറ്റി മുഴുവനായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെയാണ് റോപ്പുള്ളത്. നല്ല ഇരുട്ടിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് റോപ്പിൽ ഞങ്ങൾ ഒരു റോപ്പിൽ മാത്രമേ കയറിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ. റോപ്പിൽ കയറിയ കാഴ്ചകളൊന്നും നിങ്ങളെ നേരെ എനിക്ക് കാണിക്കാൻ കഴിഞ്ഞില്ല, നല്ല ലേറ്റ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഇനി വരുവാണെങ്കിൽ കൂടെ നേരത്തെ പോയി വീഡിയോസൊക്കെ എടുത്ത് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാം. അപ്പോൾ കുഞ്ഞിനെ അവിടെ കുറച്ച് നേരം കളിക്കണമെന്ന് പറഞ്ഞു. കളിച്ച ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. തുടർന്ന് വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.